ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അത് സൺഡേ ആയപ്പോൾ ഭയങ്കര മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് വിചാരിച്ചു, എന്തെങ്കിലും ഒരു ചായക്കൊരു പ്രത്യേകമായിട്ട് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കിയാലോ എന്ന് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഉമ്മച്ചി പറഞ്ഞു എന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട, നമുക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് ഒരു നല്ല കപ്പ ബിരിയാണി ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗം പൂളയും നല്ല പച്ചക്കായും പിന്നെ നമ്മളെ ബീഫും എല്ലും ആ നെയ്യൊക്കെ വരുന്ന ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതും എടുത്ത് വെച്ച് ഉമ്മച്ചി പിന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ പൊടികളും ഒക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ അത് കുക്കറിൽ വെച്ചിട്ട് വേണം ആക്കാൻ. ഈ മഴയൊക്കെ ആയ സമയത്ത് നമുക്കൊരു വിശപ്പ് കൂടുതലാണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ മഞ്ഞളും മുളകും മല്ലിയും ഒക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ആ ബീഫും ആ ഒരു മിക്സ് അതിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും മാത്രം ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇതൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടാട്ടോ പഠിച്ചത്. കാരണം ഇതൊന്നും നമ്മളവിടെ അങ്ങനെ ചെയ്ത ഒരു ശീലവും ഇല്ല, പഠിച്ചിട്ടും ഇല്ല. അത് കണ്ട് ഇതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ അറിഞ്ഞ് നോക്കുമ്പോൾ പിന്നെ അതങ്ങ് ഹാപ്പി ആയിട്ട് നമ്മളങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ളതിനെ. അങ്ങനെ ഒരു 5-6 വിസിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇതാ നമുക്ക് ഈ പൂളയും നമ്മുടെ പച്ചക്കായും മാത്രം ഒന്ന് വേവിക്കാൻ വെക്കുക കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് തേങ്ങയും കുറച്ച് ചെറിയ ഉള്ളിയും പച്ചമുളകും ജീരകവും ഒക്കെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഓവറായിട്ട് അരിയൊന്നും വേണ്ട കേട്ടോ. ഈ ഒരു ചെറിയ ചെറിയ സിംറ്റം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉമ്മച്ചി കേട്ടോ പറഞ്ഞു തന്നത്. അങ്ങനെ അതൊക്കെ ഒന്ന് നന്നായിട്ട് കുറച്ച് ഒരു ഓവറായിട്ട് അരിയേണ്ട, അതൊക്കെ ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു സ്മെല്ലാം കൂടെ കിട്ടിയപ്പോൾ തന്നെ നന്നായിട്ട് നമ്മളെ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഈ മഴയത്ത് നല്ല കട്ടൻ ചായയും കുറച്ച് കപ്പ ബിരിയാണിയും ഒക്കെ എടുത്തിട്ട് നല്ല മഴയൊക്കെ ആസ്വദിച്ച് അങ്ങനെ കഴിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.